2021 കേരള സ്കൂൾ പാചകത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരണ ബിൽ ശ്രീ പി ഉബൈദുള്ള MLA നോട്ടീസ് നൽകിയത്. ശ്രീ പി ഉബൈദുള്ള, അങ്ങയ്ക്ക് 2021 കേരള സ്കൂൾ പാചകത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരണ ബില്ലിന്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2021 കേരള സ്കൂൾ പാചകത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരണ ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ട. യെസ്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് സംസാരിക്കാം. സർ, കേരള സ്കൂൾ തൊഴിലാളികളെ സംബന്ധിക്കുന്ന ബില്ലാണ്, സ്വകാര്യ ബില്ലാണ് ബഹുമാനപ്പെട്ട ശ്രീ ഉബൈദുള്ള ഇവിടെ അവതരിപ്പിച്ചത്. സർ, ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇന്ന് സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 60% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും 40% സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും എന്നുള്ള നിലയിലാണ്. കേന്ദ്ര നോംസിൻ്റെ പ്രകാരം നിശ്ചയിക്കപ്പെട്ട ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന പദ്ധതിയിടങ്ങളുടെ ഉപരിയായി വരുന്ന പദ്ധതി ചെലവ് സംസ്ഥാന സർക്കാരും അധിക ബാധ്യതയായിട്ട് നിലനിൽക്കുകയാണ്. കേന്ദ്ര നോംസ് പ്രകാരം ഒരു തൊഴിലാളിയുടെ പ്രതിമാസ മാൻഡേറ്ററി ഓണറേറിയം എന്ന് പറഞ്ഞ് വെറും 1000 രൂപയാണ്. ഇതിൽ 60% തുകയായ 600 രൂപ മാത്രമാണ് കേന്ദ്രവിഹിതമായി സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. തികച്ചും വികേന്ദ്രീകൃതമായ രീതിയിലാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കുന്നത്. സ്കൂൾ തലത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ചുമതല സ്കൂൾ PTA പ്രസിഡന്റ് ചെയർമാനും പ്രധാന അധ്യാപിക കൺവീനറുമായിട്ടുള്ള ഒരു സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയാണ് ഇത് നടത്തുന്നത്. ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിന് തൊഴിലാളികളെ നിശ്ചയിക്കുന്നതും പ്രസ്തുത കമ്മിറ്റിയാണ്. കേന്ദ്ര നോംസ് പ്രകാരമാണെങ്കിൽ ഓണറേറിയം വ്യവസ്ഥയിലാണ് പാചക തൊഴിലാളികളെ സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയിൽ നിയമിക്കേണ്ടത്. സർ, കേന്ദ്ര സർക്കാർ 2006 പുറപ്പെടുവിച്ച ഒരു പദ്ധതി മാർഗരേഖയിൽ സ്കൂളിലെ പാചകവുമായി ബന്ധപ്പെട്ട ജോലികൾ നിർവഹിക്കുവാൻ സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി PTA ചുമതലപ്പെടുത്തണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഈ വ്യവസ്ഥകൾ കൂടി പരിഗണിച്ചാണ് സ്കൂൾ PTA ജനറൽ ബോഡിയിൽ നിന്ന് രൂപീകരിക്കുന്ന ഉച്ചഭക്ഷണ കമ്മിറ്റിക്ക് പാചക തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള അധികാരം നൽകിയിട്ടുള്ളത്. സർ, ഇപ്രകാരം സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി നിയമിക്കുന്ന പാചക തൊഴിലാളികൾക്ക് ഓണറേറിയം നൽകുക മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നത്. ഓണറേറിയത്തിന് പുറമെ സംസ്ഥാന സർക്കാർ പ്രത്യേക താൽപ്പര്യമെടുത്ത് 2017 മുതൽ വേനൽ അവധിക്കാലത്ത് തൊഴിലാളികൾക്ക് പ്രതിമാസം 2000 രൂപ വീതം സമാശ്വാസം നൽകി വരികയാണ്. സർ, പ്രാദേശിക തലത്തിൽ നിന്ന് സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി നിയമിക്കുന്ന തൊഴിലാളികൾക്ക് കൃത്യമായ പ്രായപരിധി, സേവന വ്യവസ്ഥകൾ എന്നിവ നിശ്ചയിച്ചിട്ടില്ല. 500 കുട്ടികൾക്ക് ഒരു തൊഴിലാളിയും 500ന് മുകളിൽ എത്ര കുട്ടികൾ തന്നെ ഉണ്ടായാലും ഒരു തൊഴിലാളി കൂടി എന്ന കണക്കിലാണ് ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളെ സംസ്ഥാനത്ത് നിലവിൽ നിയമിച്ചു വരുന്നത്. സർ, കൃത്യമായ പ്രായപരിധി നിശ്ചയിക്കാത്തതിനാൽ 65 വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ള നിരവധി തൊഴിലാളികൾ ഈ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. പദ്ധതിയുടെ പരിധിയിൽ നിലവിൽ സേവനമനുഷ്ഠിക്കുന്ന 13,492 തൊഴിലാളികളിൽ 1727 ജീവനക്കാർ 65 വയസ്സ് പിന്നിട്ടുള്ളവരാണ്. പ്രായാധിക്യമുള്ള തൊഴിലാളികൾക്ക് വലിയ ശാരീരിക അധ്വാനം ആവശ്യമുള്ള പാചക ജോലി കാര്യക്ഷമമായി നിർവഹിക്കുവാൻ സാധിക്കാത്തൊരു സ്ഥിതി നിലവിലുണ്ട്. ഇത് കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണത്തിൻ്റെ പൊതുവായ ഗുണമേന്മയും പോഷകാഹാര ലഭ്യതയും ശുചിത്വത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. സർ, ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി തൊഴിലാളികളെ നിയമിക്കുന്നതിന് നോംസ് രൂപീകരിക്കുകയും തൊഴിലാളികൾക്ക് സേവനത്തിൽ തുടരുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി നിശ്ചയിക്കേണ്ടത് പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിന് അനിവാര്യമാണ്. സർ, അപ്പോൾ പാചക തൊഴിലാളികളുടെ ഓണറേറിയം ഇനത്തിൽ കേവലം 4% മുതൽ 5% തുക മാത്രമാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നത്. സർ, കേന്ദ്ര നോംസ് പ്രകാരം ഒരു തൊഴിലാളിയുടെ പ്രതിമാസ മാൻഡേറ്ററി ഓണറേറിയം 1000 രൂപ ആണ് എങ്കിലും പ്രതിമാസം 12,000 രൂപ മുതൽ 13,500 രൂപ വരെ ഒരു തൊഴിലാളിക്ക് സംസ്ഥാന സർക്കാർ ശമ്പള ഇനത്തിൽ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രതിമാസം 11,000 രൂപ മുതൽ 12,500 രൂപ വരെയും പ്രതിപക്ഷം 1,10,10,000 രൂപ മുതൽ 1,20,000 രൂപ വരെയുമാണ് തൊഴിലാളികൾ ഒന്നിന് സംസ്ഥാന സർക്കാർ അധിക ബാധ്യത
ബാധ്യതയുള്ളത്. 160 കോടി രൂപയാണ് ഈ ഇനത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അധിക ബാധ്യതയായി വരുന്നത്. ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിന് കൂടുതൽ തൊഴിലാളികളെ നിശ്ചയിക്കുന്നതും നിലവിൽ പാചക തൊഴിലാളികൾക്ക് നൽകി വരുന്ന ഓണറേറിയത്തിൻ്റെ 50% അല്ലെങ്കിൽ 3 തുക ഓണറേറിയമായി നൽകിക്കൊണ്ട് അസിസ്റ്റന്റ് കുക്ക് ഹെൽപ്പർമാരെ നിയോഗിക്കുന്നത്, തൊഴിലാളികൾക്ക് കൃത്യമായ പ്രായപരിധി നിശ്ചയിക്കുന്നതും അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതും സംബന്ധിച്ച പ്രപ്പോസലുകൾ സർക്കാർ പരിശോധിച്ചു വരികയാണ്. സർ, ആയതിനാൽ നിലവിലെ ഞാനിവിടെ സൂചിപ്പിച്ച സാഹചര്യങ്ങൾ വച്ചു നോക്കുമ്പോൾ കേരള സ്കൂൾ പാചക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്ന വിഷയം ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിൽ ഇല്ല. ശ്രീ പി ഉബൈദുള്ള അങ്ങേക്ക് ഒരു ഹ്രസ്വ പ്രസ്താവന ചെയ്യാവുന്ന. സർ, കേരള സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് പൊതുവിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന തൊഴിലിലേർപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നുണ്ട്. തൊഴിൽ സ്ഥിരത ഇല്ലാത്തത് മൂലവും മറ്റു നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഇവരുടെ പ്രയാസങ്ങളും വിഷമതകളും പരിഹരിക്കുന്നതിനും ആശ്വാസം നൽകുന്നതിനും അവരുടെ ക്ഷേമം, പെൻഷൻ, മക്കളുടെ വിദ്യാഭ്യാസം, ചികിത്സാ സഹായം എന്നിവ നൽകുന്നതിനും വേണ്ടി ഒരു ക്ഷേമനിധി രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് സർ ഈ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ബില്ലിലെ തത്വങ്ങളോട് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ആമുഖ ഭാഷണത്തിൽ യോജിക്കുകയാണ് സർ ഉണ്ടായിട്ടുള്ളത്. ഇതൊരു കേന്ദ്ര പദ്ധതിയാണെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 60%, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 40%മാണ് ഇവർക്ക് വേതനം കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ സേവനമാണ് സർ ഈ പാചക തൊഴിലാളികൾ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെയാണ് സ്കൂളിലെത്തുന്നത്. എത്രയോ സ്കൂൾ അസംബ്ലികളിൽ കുട്ടികൾ തല കറങ്ങി വീഴുന്നത് നമ്മൾ കാണുകയാണ്. എന്താ കാര്യം? അവർ രാവിലെ ഭക്ഷണം കഴിക്കാതെ സ്കൂളിലെത്തിയിട്ടുള്ള കുട്ടികളാണ്. ആ കുട്ടികൾക്ക് പോഷകാഹാരം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സ്കൂളിലെ പാചക തൊഴിലാളികളാണ്. അവർക്ക് തുച്ഛമായ വേതനം 600 രൂപയാണ് ഡെയിലി വേജായിട്ട് നമ്മൾ നൽകി വരുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ആ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. എന്നാൽ ഇതൊരു താൽക്കാലിക ജോലിയല്ല സർ. സ്കൂൾ പാചക തൊഴിലാളിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു നിത്യവേതനത്തിൽ ജോലി ചെയ്ത് തിരിച്ചു പോകേണ്ട ജോലിയില്ല, ഒരു സ്ഥിര സംവിധാനമാണ്. നമ്മുടെ സ്കൂളിലെ അധ്യാപകരെ പോലെ, മറ്റു ഇതര ജീവനക്കാരെ പോലെ, സ്വീപ്പർമാരെ പോലെ ഒരു സ്ഥിരം സംവിധാനമാണ് ഈ പാചക തൊഴിലാളി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സേവനത്തിനനുസരിച്ചുള്ള വരുമാനം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. എന്തും പറഞ്ഞോളേ, ആയിക്കോട്ടെ. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് സർ ഇത്. പാചകത്തൊഴിലാളികൾ ഭൂരിഭാഗവും സ്ത്രീകളാണ്, പാവപ്പെട്ട സ്ത്രീകൾ. അവർ വളരെ തുച്ഛമായ വേതനത്തിനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ മാർച്ച് മാസത്തിലെ പെൻഷൻ കിട്ടില്ല, വേനൽക്കാല അലവൻസ് കിട്ടാത്തൊരു പ്രശ്നങ്ങളൊക്കെ അവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ വൈകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സമയബന്ധമായി കൊടുക്കാനുള്ള ഒരു നടപടിയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലത്തെ ഇവർക്ക് ക്യാൻസറും അതുപോലെയുള്ള മാരക രോഗങ്ങൾ വരുമ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ ആവശ്യമായ നടപടിയും ഈ ബില്ലിൻ്റെ ഭാഗമായിട്ട് വരണം. വളരെ പ്രധാനപ്പെട്ട ബില്ലാണിത്. ഇതൊരു ഇതായി തീർക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടി അങ്ങയുടെ ഇതിൽ ശ്രദ്ധിക്കുക. ഇവിടെ വഴങ്ങുന്നുണ്ടോ? സർ, ഇവരുടെ ഈ ശമ്പളം കുടിശ്ശിക വന്നിട്ടുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, മിനിസ്റ്റർ കൂടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ ബില്ല്, ഈ പാചക തൊഴിലാളികളുടെ അവസ്ഥ അങ്ങ് കുറച്ചൊരു കരുണയോടുകൂടി ഇതിനെ അപ്രോച്ച് ചെയ്ത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് സഭയുടെ മുമ്പിൽ കൊണ്ടുവന്നത്. എന്നെ വന്ന് കണ്ട് നിരവധി പേര് പറഞ്ഞു, എൻ്റെ മണ്ഡലത്തിലെ ആൾ പറഞ്ഞത് അവരുടെ ജോലിക്കും സ്ഥിരതയില്ല, അവർക്ക് ശമ്പളം വേണ്ട ശമ്പളവും ഇല്ല, ശമ്പളം സമയത്തൊട്ട് കിട്ടത്തുമില്ല. പലപ്പോഴും അവരെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും അവരെ ഒരു എംപ്ലോയി ആയിട്ട്, അങ്ങനെ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ആ ഒരു ക്ഷേമത്തെ മുൻനിർത്തി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അവരുടെ ഒരു പരിതാപകരമായ അവസ്ഥ പരിഹരിക്കാൻ ഈ ബില്ല് ഇവിടെ അവതരിപ്പിച്ച പശ്ചാത്തലത്തിലെങ്കിലും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി എടുക്കുമോ? അവരുടെ അങ്ങേയറ്റം ദയനീയമായ സ്ഥിതിയാണ് ഈ കേരളത്തിലെ പാചക തൊഴിലാളികൾ മുഴുവൻ അനുഭവിക്കുന്നത്. അവർക്ക് വേണ്ട ശമ്പളം ഇല്ലെന്ന് മാത്രമല്ല, ഉള്ള ശമ്പളം പോലും കിട്ടാത്ത സ്ഥിതിയിലേക്ക്, ജോലി സ്ഥിരമില്ലാത്ത സ്ഥിതിക്ക് ഒരു പരിഹാരം കാണാൻ അങ്ങ് ശ്രമിക്കുമെന്ന്. അല്ല, അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പാചക തൊഴിലാളികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി നടത്തുന്ന പ്രോജക്റ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് 400 രൂപയാണ് ഒരാൾക്ക് നൽകുന്നത്. സംസ്ഥാന ഗവൺമെൻറ് അത് 600 രൂപയും കൂടെ ഇട്ടാണ് 1000 രൂപയ്ക്ക് അവർ കൊടുത്തുകൊണ്ടിരുന്നത്.
പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നോ എടുക്കുന്നവരല്ല, അല്ലാതെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇവരുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് കാലാകാലങ്ങളിൽ വരുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ കുറച്ച് കാശ് കൂട്ടി ഇപ്പോൾ 13,000 സീനിയാരിറ്റി അനുസരിച്ച് 13,500 രൂപയും 12,500 രൂപയും വരെ ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ഏതാണ്ട് 50% ആൾക്കാരെല്ലാം പാവപ്പെട്ട അമ്മച്ചിമാരാണ്. അവരെല്ലാം 65 വയസ്സും ഒക്കെ കഴിഞ്ഞവരാണ്. പക്ഷേ നമുക്ക് സഭയിൽ പറഞ്ഞ തെറ്റൊന്നുമില്ല. ആ അമ്മമാർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യശേഷി ഇല്ലാത്തതുകൊണ്ടും പട്ടിണി ആയതുകൊണ്ടും ആ അമ്മമാർ വന്ന് അവിടെ ഇരുന്ന ശേഷം അമ്മയുടെ മകളോ മരുമകളോ അവരുടെ ബന്ധുക്കളൊക്കെയാണ് കുട്ടികൾക്ക് പാചകം ചെയ്ത് കൊടുക്കുന്നത്. ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന നമ്മുടെ മക്കളെ തീറ്റിപ്പോറ്റുന്നവരാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ചെറിയ കുടിശ്ശികക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. ആ കുടിശ്ശികയെല്ലാം കൊടുത്ത് കുടിശ്ശികയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് ഈ ബില്ല് കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളല്ല. നമുക്ക് അതുകൊണ്ട് അങ്ങോട്ട് സൂചിപ്പിച്ച കാര്യം അടക്കം വെച്ചുകൊണ്ട് അവർക്ക് നമുക്ക് കുറച്ചുകൂടെ എങ്ങനെ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് സംബന്ധിച്ചാൽ ആലോചിക്കാം. അങ്ങ് വഴങ്ങിയോ? ഒരു സെക്കൻഡ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടൽ മൂലം വീണ്ടും ഇടയ്ക്കുള്ള ഇടപെടൽ കൂടി കൊണ്ട് ഈ ബില്ല് പ്രത്യേകിച്ച് ശ്രദ്ധേയമാവുകയാണ്. വളരെ പ്രസക്തമായ ബില്ലാണ് സർ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി പിന്നെ പാവപ്പെട്ടവരുടെ ആർദ്ര മനസ്സുള്ള സഹാനുഭൂതിയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് കൂടി തീർച്ചയായിട്ടും ഈ പാചക തൊഴിലാളികളുടെ ഈ കാര്യം പ്രത്യേകിച്ച് പരിഗണിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ കമൻറ്റ് വന്നിട്ടുള്ളത്. ഇതിൽ എല്ലാ പാചക തൊഴിലാളികൾക്കും എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത സ്കൂളുകളിൽ കൊടുക്കുന്ന പാചക തൊഴിലാളികൾ പുറമെ മറ്റുള്ള പിന്നെ എയ്ഡഡ് സ്കൂളുകളിൽ എല്ലായിടത്തും കൊടുക്കുന്നില്ല. അവർക്ക് കൂടി ഇത് എല്ലാവർക്കും ഇതിൻ്റെ സർവേലൻസ് എത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ കൂടി ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഗൗരവമുള്ള വിഷയം സഭയിലുള്ള എല്ലാവർക്കും ഭരണകക്ഷിയും പ്രതിപക്ഷത്തിലും എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ്. എല്ലാവരും അതിനോട് യോജിക്കുന്ന സംഖ്യയാണ്. ആയതുകൊണ്ട് നമുക്ക് ചർച്ച തുടരാം വേണമെങ്കിൽ. സർ, അപ്പോൾ ഞാനിവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ആശയത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നിപ്പോൾ ഈ ചർച്ച തെളിയിക്കണം സർ. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ മെമ്പർമാരും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അവരുടെ അടുത്ത് എല്ലാവരും അതാത് പരിധിയിൽപ്പെടുന്ന സ്കൂളിലെ പാചക തൊഴിലാളികൾ പലപ്പോഴായി അവരുടെ നേർന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾ എപ്പോഴും ആത്മസംതൃപ്തിയോടുകൂടി ജോലി ചെയ്യുന്നവരായിരിക്കണം സർ. കാരണം അവർ നല്ല ഒരു സംതൃപ്തരായിരിക്കണം എപ്പോഴും. കാരണം നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരാണ്. സാധാരണ നമ്മളൊരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ ഭക്ഷണക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഗൃഹനാഥ ഇറങ്ങുമ്പോൾ പിന്നെ ഗൃഹനായിക ചോദിക്കുക നിങ്ങൾ ഉച്ചക്ക് ഭക്ഷണത്തിൽ ഉണ്ടാകുമെന്ന് എന്ന് ചോദിച്ചാൽ ഗൃഹനാഥനും കുട്ടികൾക്കൊക്കെ നല്ല ഭക്ഷണം കൊടുക്കണം. പിന്നെ കുട്ടികൾക്കും ഗൃഹനായികമാർക്കൊക്കെ പാചക ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല. ഗൃഹനാഥന്മാർ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് നല്ല മനസ്സുള്ളവരാണ് അവർ പലരും. പക്ഷേ അല്ല ഞാൻ പറഞ്ഞ അല്ല അത് ശരിയല്ലാതെ പറഞ്ഞു. മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ വീട്ടിലും ആദ്യം ചോദിക്കുന്നത് മകനും മകളും ആഹാരം കഴിച്ചതെന്നാണ്. ഞാൻ പറയുന്നത് നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നടപ്പാണ്. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടതാണ്. നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കാതെ അതിന്റെ ഇടയ്ക്ക് ചാടിയിട്ട് ശരിയല്ല എന്ന് പറയുന്നത് അത് ശരിയല്ല സർ. അതാണ് ശരിയല്ല. അല്ല എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ കയറിയിട്ട് അത് ശരിയല്ല എന്ന് പറയുന്നത് അത് ശരിയല്ല. അല്ല ഇനി നമുക്ക് സമയമില്ല. നമുക്ക് തുടർ ചർച്ചയ്ക്ക് വേണ്ടി നമുക്ക് തുടർ ചർച്ചയ്ക്ക് മാറ്റാം. ഇദ്ദേഹം കൂടി പറഞ്ഞിട്ട് നമുക്ക് തുടർ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റാം. ഒരു മിനിറ്റ് സാർ, ഞാൻ ഇന്ന് വരെ ഈ സഭയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എല്ലാം കുട്ടനാട് അതിന് വ്യത്യസ്തമായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ഇതൊരു നല്ല സംവിധാനമായിട്ട് തോന്നുന്നുണ്ട്. ഇത് നല്ല സമയങ്ങളിൽ ഇതൊരു ചർച്ചയ്ക്കായിട്ട് എടുക്കാനായിട്ട് സ്പീക്കർ നല്ല രീതിയിൽ ഒരു ചർച്ചയ്ക്ക് എടുക്കാൻ ഏറ്റവും നല്ല കാര്യം. നമുക്ക് സർ ഈ തുടർ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റാം.